ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. ബത്തേരി ബാങ്ക് നിയമന അഴിമതിയിലും എൻ.എം. വിജയന്റെ ആത്മഹത്യയിലും ആരോപണ വിധേയനായ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. താളൂർ ചിറയിലെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ പരിപാടിക്കിടെയാണ് DYFI CPIM പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനൂപ്, യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിസ്മരിക്കുകയും ഐ.സി. ബാലകൃഷ്ണനെ ന്യായീകരിക്കാനും ഒക്കെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയെടുത്താണ് ഐ.സി. ബാലകൃഷ്ണനെ തള്ളിപ്പറയാൻ നിർബന്ധിതമായൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് പോലും. അങ്ങനെ ഒരു പശ്ചാത്തലം നാം കാണേണ്ടതുണ്ട്. അത് കൈരളി ന്യൂസിൻ്റെ നിരന്തരമായ വാർത്തയെ തുടർന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയൊരു കൾമിനേഷനായാണ് ഇതിനെ കാണേണ്ടത്. ഐ.സി. ബാലകൃഷ്ണൻ പങ്കെടുത്ത പരിപാടിയിൽ പ്രതിഷേധം. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എക്ക് നേരെ കരിങ്കൊടി. എവിടെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എക്കെതിരെ CPM നടത്തുന്ന പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഈ എൻ.എം. വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയാണ് ഐ.സി. ബാലകൃഷ്ണൻ. ഈ എം.എൽ.എ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന രീതിയിൽ തുടരാൻ ഐ.സി. ബാലകൃഷ്ണന് അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് DYFI ഇതിനകം വലിയ രീതിയിലെ സമരങ്ങൾ സംഘടിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. നേരത്തെ ഈ മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ബത്തേരിയിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടന്നിരുന്നു. ഏതായാലും അതിന് തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ CPM തുടരുകയാണ്. ഇന്ന് അല്പസമയം മുൻപ് താളൂർ ചിറയിലെ ചുള്ളിയോട് നെന്മേനിയിലെ താളൂർ ചിറയിലെ ഒരു മീൻ വളർത്തൽ കേന്ദ്രത്തിൽ അവിടെ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ. അപ്പോഴാണ് DYFI CPM പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു. എന്നാൽ ഈ എം.എൽ.എയുടെ ഗൺമാൻ പ്രതിഷേധക്കാർക്ക് നേരെ തിരികുകയും പ്രതിഷേധക്കാരെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഇതിനെ തുടർന്ന് 3 പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ഇവരെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഗൺമാനെതിരെ DYFI പ്രവർത്തകർ പരാതി നൽകിയിട്ടുമുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് ഈ വിധത്തിൽ ഈ സംഭവങ്ങളെ തുടർന്ന് ഐ.സി. ബാലകൃഷ്ണൻ നേരെ മണ്ഡലത്തിലെമ്പാടുമുണ്ട്.